ഹേമ കമ്മീഷൻ ഒരു 15-അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും മലയാള സിനിമയിലെ മെഗാസ്റ്റാർ ഇല്ലാതെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയും ആ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. MD വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട്, സ്വന്തം കുറവുകൾക്ക് നേരെ ദൂരദർശിനി തിരിച്ചു വച്ച ഒരാൾ ആണ് മമ്മൂട്ടി എന്നാണ്. മിക്കവാറും നടന്മാരൊക്കെ വാതിൽ മുട്ടി ഭീഷണിപ്പെടുത്തി ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു സംവിധായകനെതിരെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. മലയാള സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെ ഒരു ആചാരം നിലനിന്നിരുന്നു എന്ന് ഏതാണ്ട് വ്യക്തമാകുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് മാറി മാറി വെക്കുന്ന ഒരു നടനെ കുറിച്ച് പറഞ്ഞത് മമ്മൂട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് ഇതൊരു അവകാശം പോലെ ഈ നടന്മാരും സംവിധായകരും ഒക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ രീതിയല്ല. എന്തിനും തയ്യാറായിട്ട് ഇവിടെ വരി നിൽക്കാൻ സ്ത്രീകളുണ്ടായിരുന്നു, അമ്മമാരുണ്ടായിരുന്നു. സ്വന്തം മകൾക്ക് മഞ്ജുവാര്യരാകാനുള്ള കഴിവുണ്ടോ എന്ന് ആദ്യം ഈ അമ്മമാരൊക്കെ ഒന്ന് ആലോചിക്കണം. ചിലർക്കുള്ള വലിയ ആവേശം കാണുമ്പോൾ ഇത്രയും പറയണോ?